നമസ്തേ. ഇപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? കോടതിയുടെ വഴിക്ക് നിയമം കൊടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ജാമ്യം കൊടുത്തിട്ടുണ്ടാകാം, കോടതിയുടെ വഴിക്ക് നിയമങ്ങൾ ഓടിയിട്ടുണ്ടാകാം. അതിൽ പ്രത്യേകിച്ച് കാര്യമായ വെള്ളം ചേർക്കലുകൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം കോടതിക്ക് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല. അതുകൊണ്ട് അവർ അതിൻ്റെ കാര്യങ്ങൾ നോക്കി ജാമ്യം കൊടുത്തു. പക്ഷേ അവിടെയൊക്കെ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക. രണ്ട് പേരെ കാരണമായോ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അവരുടെ പേരിൽ ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു കുറ്റാരോപണം ചുമത്തപ്പെട്ടിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയേണ്ടത് അല്ലെങ്കിൽ നിശ്ചയിക്കേണ്ടത് നിയമവും നിയമപാലകരും കോടതിയുമാണ്. അതിനു മുൻപേ എല്ലാവരും പറയുന്നത്, രാഷ്ട്രീയ ഭേദമന്യേ മറ്റ് ഇതര മതസംഘടനകൾ എന്നത് ഭേദമന്യേ എല്ലാവരും പറയുന്നു അവർ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അവർ നിരപരാധികളാണ്, ഇവരങ്ങ് നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് ഇപ്പോൾ അടുത്ത കാര്യങ്ങൾ വരുന്നത് പൂർണ്ണമായും FIR റദ്ദാക്കണം, കേസ് സ്ക്വാഷ് ചെയ്യണം എന്നതാണ്. ഇല്ലെങ്കിൽ അടുത്ത പ്രക്ഷോഭം തുടങ്ങുമത്രേ. അപ്പോൾ പ്രക്ഷോഭങ്ങൾ നടത്തിയാൽ, ന്യൂനപക്ഷങ്ങളാണെങ്കിൽ പോലും പ്രക്ഷോഭങ്ങൾ നടത്തിയാൽ അനുകൂലമായ വിധികൾ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ഒത്തുകൂടും എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ജാതി മത കാര്യങ്ങൾ പറയുകയല്ല. ചില ഇതര സമുദായങ്ങൾക്കിടയിൽ, ഇതര മതങ്ങൾക്കിടയിൽ അവർ ഒത്തുകൂടി ഒരു സമ്മർദ്ദം ചെലുത്തിയാൽ പല കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു സമുദായത്തിൽ മാത്രം, ഒരു മതത്തിൽ മാത്രം ആരും ഒത്തുകൂടുന്നില്ല. ആകെ ഒത്തുകൂടി കണ്ടത് ഏത് മതമാണെന്നൊക്കെ അറിയാം, ഞാനിനി അത് എടുത്തു പറയുന്നില്ല. ശബരിമല കാര്യത്തിൽ മാത്രം എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടായി. പല ഇടത്തു നിന്നും പലർക്കും പിൻവാങ്ങേണ്ടി വന്നു. പക്ഷേ ആ ഒത്തൊരുമ മറ്റു കാര്യങ്ങളിൽ കാണുന്നില്ല. ഈ ഒത്തൊരുമ ഇപ്പോൾ ഇവിടെ കണ്ട ഈ ന്യൂനപക്ഷങ്ങളുടെ കുറച്ച് പേരുടെയെങ്കിലും ഒത്തൊരുമ നമ്മളുടെ ഇടയിലും ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമുണ്ടാകും. ഈ ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രാചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പുരാണ പുസ്തകങ്ങളുടെ അല്ലെങ്കിൽ സംസ്കൃത ഗ്രന്ഥങ്ങളുടെയൊക്കെ ഇടയിൽ കയറി കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന, നമ്മെ കളിയാക്കുന്ന, അവഹേളിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഇതുപോലെ ശക്തമായി തന്നെ ഹിന്ദു സമുദായം ഇറങ്ങിയാൽ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം ഉണ്ടാകും, തീരുമാനം കിട്ടും. ഇത് ഹിന്ദുക്കൾക്കൊരു പാഠമാണ്. ഇനിയും പഠിച്ചില്ലെങ്കിൽ ഹിന്ദു ഇതുപോലെ തന്നെ ഈ പൊതിയാ തേങ്ങയുമായി ഇരിക്കേണ്ടി വരും. ആ തേങ്ങ ഒരിക്കലും പൊതിഞ്ഞ് അത് തിന്നാനുള്ള ഒരു വകുപ്പിലേക്ക്, ഒരു തലത്തിലേക്ക് ഹിന്ദു സമുദായം ഒരിക്കലും എത്തിച്ചേരാൻ പോകുന്നില്ല. ഇത് പ്രബുദ്ധരെന്ന് നടിക്കുന്ന മലയാളികൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ. മറ്റിടങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യമായി തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത്രയും വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടും MP-മാരും MLA-മാരും ഒക്കെ പ്രതിഷേധങ്ങളുണ്ടായിട്ടും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്തുമാകട്ടെ, ബജ്രംഗ് ദൾ എന്ന് പറയുന്ന ആ രാഷ്ട്രീയ സംഘടന തീർച്ചയായും ഇതിനെ എതിർക്കും. ഇനിയും ഉണ്ടായാൽ ഇനിയും അതിനെ എതിർക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതുപോലെയുള്ള ധൈര്യം ഇവിടുത്തെ ഹിന്ദുക്കൾക്കിടയിൽ ആകെ വിരലെണ്ണാവുന്ന 5-6 പേർക്കേ ഉണ്ടാകുന്നുള്ളൂ. അവരുടെ കൂടെ ആരും കൂടുന്നില്ല. കാരണം അതൊക്കെ വർഗീയതയാണ്. മറ്റ് ഉള്ളവർ എന്ത് കാണിച്ചാലും അതെല്ലാം മതേതരത്വം. നമ്മൾ നമ്മുടെ മതഗ്രന്ഥങ്ങളിലോ ക്ഷേത്രാചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ എന്തെങ്കിലും ചെയ്യുകയോ പരാമർശിക്കുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്താൽ അതെല്ലാം വർഗീയതയും. നല്ല രീതിയാണ് കേട്ടോ, വളരെ മനോഹരം. നന്ദി, നമസ്കാരം. വേണമെങ്കിൽ കണ്ണു തുറന്നാൽ മതി, ഇല്ലെങ്കിൽ കണ്ണടച്ച് ഇരുട്ടാക്കി കപടമൗനം ഭജിച്ച് ഇരുന്നോളൂ. ഈ കപടമൗനം ഭജിച്ച് കഴിഞ്ഞാൽ മാറ്റം വരും. ഇല്ലെങ്കിൽ കൂപമണ്ഡൂകങ്ങളായി, നിർഗുണ നിർജീവ പരബ്രഹ്മങ്ങളായി നമ്മൾക്ക് ഇങ്ങനെ കഴിഞ്ഞുകൂടാം. നന്ദി, നമസ്കാരം.